വയനാട്ടിൽ DCC സെക്രട്ടറി ട്രഷറർ ആത്മഹത്യ ചെയ്തു. NM വിജയൻ. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറഞ്ഞ് പുറത്തു വന്നിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പാണെന്നുമല്ല എന്നൊക്കെ പറയുന്നത്. 1 കോടി രൂപയുടെ ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു സഹകരണ ബാങ്കിൽ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇതുള്ളത്. ഇക്കാര്യം അദ്ദേഹം KPCC പ്രസിഡന്റിന് കത്തയച്ചിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ആ കേസിൽ ഇപ്പോൾ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ MLA പ്രതി ചേർത്ത് കേസെടുക്കാൻ പോകുന്നു. നല്ല കാര്യം, കേസെടുക്കണം. ആത്മഹത്യാ പ്രേരണയ്ക്കുണ്ടെങ്കിൽ കേസെടുക്കണം. പക്ഷെ അത് മാത്രം പോരാ. കേരളത്തിലെ സഹകരണ രംഗം നമുക്കറിയാം, കരുവന്നൂര് ഒരു തുടക്കമായിരുന്നെങ്കിൽ ഏതാണ്ട് എല്ലാ ജില്ലകളിലും സഹകരണ ബാങ്കുകളിൽ പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു സഹകരണ മേഖലയെ തകർക്കരുത്. സഹകരണ മേഖല സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതിനെ കൊള്ളയടിക്കുന്ന ഇത്തിൽ കണ്ണികൾ ആരായാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളായാലും അവരെ നുള്ളി എടുത്ത് പുറത്തു കളയണം, മാതൃകാപരമായി ശിക്ഷിക്കണം. ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ കരുവന്നൂരിൽ ആളുകളുടെ പൈസ പോയി, അവിടെയാണ് അത് ആളുകൾ അറിയുന്നത്. ഏത് നിക്ഷേപകരുടെ പൈസ പോയി, അങ്ങനെയാണ് അറിയുന്നത്. ഇവിടെ അവിടെ ഒരു ട്രഷറർ DCC നേതാവിനാണ് പൈസ പോയത്. നീതി നേതാവിന് എങ്ങനെയാ പൈസ പോയി നമുക്കറിയില്ല. അതിന്റെ മറ്റു വിശദാംശങ്ങൾ കേസ് അന്വേഷണം പുറത്തു വരുമ്പോൾ അറിയാം. ഇദ്ദേഹം MLA അതിൽ പങ്കാളിയാണ് എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എഴുത്ത് നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ പോലും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ പ്രതിയാക്കി കേസെടുക്കുകയും കേസ് ദ്രുതഗതിയിൽ അന്വേഷിക്കുകയും ആ സൊസൈറ്റിയിൽ എന്തൊക്കെ തട്ടിപ്പണത്തുണ്ടെന്ന് കണ്ടെത്തുകയും വേണം. ഇത് ആ സൊസൈറ്റിയിൽ മാത്രം പോരാ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കരുവന്നൂരായാലും കണ്ടളയായാലും അല്ലെങ്കിൽ തൃശ്ശൂർ മറ്റ് സൊസൈറ്റികളിലാണെങ്കിലും ഇതുപോലെ നിരന്തരം പൈസ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ലോൺ കൊടുക്കുന്നതാണ്, മറ്റൊന്ന് നിയമനമാണ്. സഹകരണ സംഘങ്ങളിലെ നിയമനമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു തുരുപ്പ് ഷീറ്റ്. കാരണം ആളുകളെ കൂടെ നിർത്തുന്നത് അങ്ങനെയാണ്. ഞങ്ങൾക്ക് സ്വാധീനമുള്ള സംഘങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിക്കാരെ നിയമിക്കും, പിന്നെ കാശ് മേടിച്ച് നിയമിക്കും. ഇത് ഒരു കറവ പശുവാണ്. ഈ കറവ പശു സംവിധാനം നമുക്ക് അവസാനിപ്പിക്കണം. സഹകരണ നിയമനങ്ങൾ മുഴുവൻ PSCക്ക് വിടുക എന്നുള്ളത് മുമ്പ് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം ഇപ്പം നടപ്പായോ എന്ന് നമുക്കറിയില്ല. ആ തീരുമാനം വരണം. PSC എന്തായാലും PSCക്ക് വിടുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇതിനേക്കാൾ സുതാര്യവും ഇതിനേക്കാൾ കുറച്ചുകൂടി അഴിമതി കുറഞ്ഞതുമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ അഴിമതി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. PSCയുടെ ചോദ്യപേപ്പർ നേരത്തെ കിട്ടിയ ആളുകളുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതുപോലെ ഓരോ ബാങ്കിലും ആളുകൾക്ക് പണം വാങ്ങി നിയമനം നടത്താൻ പാടില്ല. അതുകൊണ്ട് ഈ കേസിൽ കൃത്യമായി അന്വേഷിക്കണം. അപ്പൊ അതിന്റെ നഷ്ടം മുഴുവൻ കൊടുക്കാമെന്ന് കോൺഗ്രസ് പോയി സമ്മതിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അവര് കുടുംബം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാന്ന് എനിക്കറിയില്ല. കുടുംബം ഇതിന്റെ മുൻപോട്ട് പോകുമോ? കുടുംബം മുമ്പോട്ട് പോയാൽ മാത്രമേ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഏതായാലും ആത്മഹത്യാക്കുറിപ്പും മറ്റു രേഖകളും കയ്യിലുള്ള നിലയ്ക്ക് പോലീസിന് ശക്തമായി മുമ്പോട്ട് പോകാം. ശക്തമായി മുമ്പോട്ട് പോകുമ്പോൾ അതിൽ കക്ഷി രാഷ്ട്രീയം കടത്തരുത്. കോൺഗ്രസ്സുകാരനായോണ്ട് ചെയ്യുന്നു എന്ന് പറയാൻ ഇടവരുത്തരുത്. കാരണം മറ്റു ബാങ്കുകളിൽ, ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കുകളിൽ ഇങ്ങനെ അഴിമതി ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവർക്ക് എളുപ്പം രക്ഷപ്പെടാൻ കഴിയും. രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് കേസെടുത്തത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയും. അതിൽ ഇട കൊടുക്കരുത്. അതിൽ ഇട കൊടുത്താൽ നമ്മുടെ നാട്ടിലെ ഏത് വിഷയവും കക്ഷി രാഷ്ട്രീയമായി വേർതിരിഞ്ഞു പോയാൽ പിന്നെ അതിന് അവസാനം ഒരു തീരുമാനം ഉണ്ടാവില്ല. അതിങ്ങനെ വാക്കിന് വേണ്ട വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ കേസിലെങ്കിലും കൃത്യമായി അതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാധാരണഗതിയിൽ ന്യായീകരണ തൊഴിലാളികളാണ് ഇറങ്ങുക രംഗത്ത്. CPMന്റെ നിരവധി ബാങ്കുകളിൽ, കരുവന്നൂർ ബാങ്കിലടക്കം ഒരു പ്രശ്നവും നടന്നിട്ടില്ല എന്ന് വാദിക്കുന്ന CPM സഖാക്കൾ, സൈബർ സഖാക്കൾ ഇപ്പോഴും ഉണ്ട്. അത് ആരോ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. 100 കണക്കിന് കോടി രൂപയാണ് ആളുകൾക്ക് നഷ്ടപ്പെട്ടത്. എന്റെ നാടായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. പാവങ്ങൾ ഇപ്പോഴും പൈസ കിട്ടാത്ത ഒരുപാട് പേര് അവിടെയുണ്ട്. വയസ്സായ ആളുകളുണ്ട്, രോഗികളുണ്ട്, മരിച്ച ആളുകളുണ്ട്. പക്ഷെ അപ്പോഴും അതിലെ AC മൊയ്തീൻ അടക്കമുള്ള ആളുകൾ, PK ബിജു അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ അരവിന്ദാക്ഷൻ, ഇതൊക്കെ ലോകത്ത് എവിടെയോ കിടക്കുന്ന, കരുവന്നൂരിൽ നിന്ന് 30-40 കിലോമീറ്റർ ദൂരെയുള്ള ആളുകളാണ് ഈ കേസിലൊക്കെ പ്രതികളാകുന്നത്. അപ്പൊ അത് ആലോചിക്കണം. എങ്ങനെയാണ് ഈ അരവിന്ദാക്ഷന് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപം വന്നതെന്ന് മാത്രം അന്വേഷിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഇപ്പൊ CBI ഇല്ല, ED ഇല്ല, ഒരു അന്വേഷണവും ഇല്ല. എന്തോ നടക്കണമെന്നല്ലാതെ നമുക്കൊന്നും അറിയില്ല. എന്തൊക്കെ തീർപ്പാണ്ടായെന്ന് അറിയില്ല. മാത്രമല്ല അതിലെ പ്രധാന വ്യത്യാസം, അതിൽ പാർട്ടിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന അർത്ഥത്തിൽ ഇപ്പൊ പെരിയ കേസിൽ പോലും അവിടെ ശിക്ഷിച്ചിട്ട് പോലും പാർട്ടിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ന്യായീകരിക്കുകയാണ് CPMന്റെ രീതി. കോൺഗ്രസ്സുകാർ കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെന്ന്. കാരണം എനിക്ക് തോന്നുന്നു അവരുടെ അഴിമതി കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും കോൺഗ്രസ്സുകാർ ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കട്ടെ. കാരണം പോലീസ് ഇവരുടെ ഇല്ല. കൃത്യമായ അന്വേഷണം നടക്കട്ടെ, പ്രതികളെ പിടിക്കട്ടെ, പ്രതികൾ ശിക്ഷിക്കപ്പെടട്ടെ. അവർക്ക് കുടുംബത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പാർട്ടി പറഞ്ഞ് നികത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വ്യത്യാസം നമുക്ക് കാണാം. പക്ഷേ നമുക്ക് അത് ആ വ്യത്യാസം കൊണ്ടേക്കാൾ പ്രധാനം
പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ്.